വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിനു വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. സകലത്തിലുമുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെയെല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. ഓർമ്മിക്കുക, തിരുസഭ ഇന്ന് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ ഓർമ്മദിനം ആഘോഷിക്കുന്നു. 1835 ഇറ്റലിയിലെ ത്രവീസോ രൂപതയിൽപ്പെട്ട റീസ് എന്ന ഗ്രാമത്തിൽ ജവാനി ബത്തിസ്ത സാർത്തോയുടെയും മാർഗരീത്ത സാൻസണിന്റെയും 10 മക്കളിൽ രണ്ടാമനായി ജനിച്ച ജോസഫ് സാർത്തോ പഠനകാലത്ത് ദാരിദ്ര്യം നിമിത്തം ചെരുപ്പ് പോലുമില്ലാതെ നടന്നായിരുന്നു അകലെയുള്ള കാസ്റ്റൽ ഫ്രാങ്കോയിലെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പഠന സാമർഥ്യം കൊണ്ട് പാദുവ സെമിനാരിയിൽ പഠിക്കാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടി. സ്വഭാവഗുണവും ഓർമ്മശക്തിയും മനസ്സിലാക്കിയ സെമിനാരി അധികൃതർ അദ്ദേഹത്തെ കൂടുതലായി ഇഷ്ടപ്പെട്ടു. 1858 സെപ്റ്റംബർ 18-ാം തീയതി ജോസഫ് വൈദികനായി. ഇടവകകളിൽ എല്ലാവർക്കും സ്വീകാര്യനും കണ്ണിലുണ്ണിയുമായിരുന്നു. പ്രസംഗങ്ങൾക്ക് നല്ല ഓജസ്സും ദേവാലയ ശുശ്രൂഷകൾക്ക് കൃത്യനിഷ്ഠയും ദീർഘനേരം കുമ്പസാരക്കൂട്ടിലിരിക്കുവാനുള്ള സന്നദ്ധതയും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായിരുന്നു. 1884 നവംബർ 16-ാം തീയതി മാന്തുവ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 1893 അദ്ദേഹം കർദിനാളായി ഉയർത്തപ്പെടുകയും അതേ വർഷം തന്നെ വെനീസിലെ പേട്രിയാർക്കായി നിയമിക്കപ്പെടുകയും ചെയ്തു. ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ മരണശേഷം പേപ്പൽ തിരഞ്ഞെടുപ്പിന് പോയപ്പോൾ താൻ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് അല്പം പോലും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ദൈവനിശ്ചയപ്രകാരം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ദരിദ്രനും വിനീതനുമായ കാർഡിനൽ സാർത്തോ 1903 ഓഗസ്റ്റ് 9-ാം തീയതി 10-ാം പിയൂസ് എന്ന നാമം സ്വീകരിച്ച് കിരീടധാരിയായി. സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. കുർബാന പുസ്തകം, കാനൂന നമസ്കാരം, ആരാധനാഗാനം എന്നിവ പരിഷ്കരിച്ചു. ജ്ഞാനായ കത്തോലിക്കർക്ക് മാത്രമായി കോട്ടയം സീറോ മലബാർ രൂപത സ്ഥാപിച്ചു. 1907 കർത്താവിന്റെ അജഗണത്തെ പോറ്റുക എന്ന ചാക്രിക ലേഖനത്തിലൂടെ ആധുനികതയുടെ വാദങ്ങളെ അദ്ദേഹം തിരുത്തി. അൽമായർക്ക് അനുദിന ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അനുവാദം നൽകി. അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നും അറിയപ്പെടുന്നുണ്ട്. മാർപ്പാപ്പയായിട്ടും ദാരിദ്ര്യാരൂപിക്ക് വ്യത്യാസം വരുത്തിയില്ല. ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കും എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. 1914 ഓഗസ്റ്റ് മാസം 20-ാം തീയതി 79-ാം വയസ്സിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പാപ്പായുടെ ജീവിതം വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. നമുക്കും ഈ വിശുദ്ധന്റെ ജീവിതമാതൃക പിൻചെല്ലുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.